ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇന്ന് നമ്മുടെ 12-12 പോർട്ടലിന്റെ ദിവസമാണ്. ഇങ്ങനെയൊക്കെ നമ്പേഴ്സ് വരുമ്പോൾ ഞാൻ ഐ തിങ്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 11-11 പോർട്ടലിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമ്പേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു എനർജി വൈബ്രേഷൻ, ഓക്കെ, അതാണ് അതിൽ നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ. പിന്നെ വേറെയും പല കാര്യങ്ങളും ഉണ്ട്, പ്ലാനറ്റ്സ് അലൈൻ ആവുന്ന കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും നമുക്കൊരു സ്പെഷ്യൽ ദിവസമാണ് എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, ഒരു സ്പെഷ്യൽ എനർജി ഉള്ള ദിവസമാണ് എന്നെടുക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു മാസം ഇനി ബാക്കി നമുക്ക് ഡിസംബറിൽ അല്ലേ, അപ്പോൾ ഈ 12-12 പോർട്ടൽ തൊട്ട് നിങ്ങൾക്ക് എന്ത് നല്ലതാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ, ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ 12-12 പോർട്ടൽ ബ്രിങ്ങിങ് യു എന്ന് നോക്കാം. ഓക്കെ, അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന്. ഈ 12-12 പോർട്ടൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത്, എന്ത് ഭാഗ്യം അല്ലെങ്കിൽ എന്ത് നല്ല കാര്യങ്ങൾ ആണ് കൊണ്ടുവരുന്നത് നോക്കാം. യെസ്, ഓക്കെ, എന്തായാലും 42 ആണ്. 2 കണ്ടപ്പോൾ ഞാനൊന്ന് എക്സൈറ്റഡ് ആയതാ. ഓക്കെ, 14, 15. ഓക്കെ, ഫോക്സ്, ബെയർ, ട്രീ, 12 ആക്ച്വലി പറയാൻ. ഓക്കെ, 20 is a garden, bridge, children, സ്റ്റാർ ആണിത്. ഇത് കോമ്പസ് ആണ്, ഇത് സ്റ്റാർ ആണ്. ഓക്കെ, കീ. ഓക്കെ, വിഷിംഗ് വെൽ. വാവ്, നിങ്ങളുടെ വിഷസ് നടക്കാൻ പോകുന്നു എന്നാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ഈ 12-12 പോർട്ടൽ ഇന്ന് തൊട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ മേ ബി 11-11 നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം, അതിപ്പോൾ ഈ 12-12 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നടക്കും എന്നായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു വിഷ് നിങ്ങൾക്ക് കിട്ടുന്ന പോലെയാണ്. ഓക്കെ, വിഷ് വിൽ ബി ഗ്രാൻറ്റഡ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ആദ്യത്തെ കാര്യം, അത് ഏറ്റവും നല്ലൊരു കാര്യം നമുക്ക് ഇവിടെ എന്തായാലും കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ഇത് നമ്മുടെ കോമ്പസ് ആണ്. കോമ്പസ് എന്ന് പറഞ്ഞ ഡയറക്ഷൻ എന്ന രീതിയിലാണ് പറയുക. ഓക്കെ, നിങ്ങൾക്ക് റൈറ്റ് ഡയറക്ഷൻ, നിങ്ങളുടെ ലൈഫിൽ എന്താണ് റൈറ്റ് ഡയറക്ഷൻ എന്നുള്ളത് നിങ്ങൾക്കറിയും. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വഴി യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും കൃത്യമായിട്ട്. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും ദാറ്റ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ലൈഫിൽ, എന്താണ് എൻ്റെ ഒരു ഗോള്, ഞാൻ എന്താണ് വെക്കേണ്ടത്, എന്തിലേക്കാണ് ഞാൻ ഫോക്കസ് കൊടുക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആ ഒരു റൈറ്റ് ഡയറക്ഷൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ മുമ്പൊക്കെ കൺഫ്യൂസ്ഡ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മൈൻഡിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇനി മുന്നോട്ട് നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടെ ഓക്കെ യെസ് എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ആ വഴി, കറക്റ്റ് പാത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാനിവിടെ ഫോക്സ് ആണ്. ലേശം കണ്ണിങ് പീപ്പിൾ നിങ്ങളുടെ ചുറ്റും ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് വന്ന ബെയറാണ്. ബെയർ പ്രൊട്ടക്ഷൻ ആണ്. സോ അങ്ങനെ നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും വ്യക്തികൾ, നിങ്ങളുടെ ലൈഫിലുള്ള കണ്ണിങ് ആയിട്ടുള്ള വ്യക്തികൾ, നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളോട് എന്താ പറയുക, നിങ്ങളെ ചതിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും നുണ പറയുന്ന ആൾക്കാർ, നിങ്ങളെ ചുറ്റുമുള്ള നല്ലതല്ലാത്ത വ്യക്തികൾ എന്ന് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഓക്കെ, ബെയർ പറഞ്ഞ പ്രൊട്ടക്ഷൻ എന്നാണ് പറയുക. സോ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലും സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അതും ആ സ്ട്രെങ്ത്തും നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും. ഇവിടെ ട്രീ ആണ്. സോ ട്രീ അഗൈൻ ഗ്രോത്തിൻ്റെ കാര്യമാണ്. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വളരും എന്ന രീതിയിലാണ്. ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അതിപ്പോൾ മണി, കരിയർ അങ്ങനത്തെ കാര്യങ്ങളിലായാലും ശരി, ലൈഫിൽ ജനറൽ ആയിട്ടായാലും ശരി. ഓക്കെ, മാറ്റങ്ങളാണ്. ആക്ച്വലി 5 ചേഞ്ചസ് ആണ്. ഓക്കെ, എന്ത് തന്നെ ലൈഫിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരുന്നാലും ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് ഓവർകം ചെയ്ത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് കാണും നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഈ ട്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എനിക്കെപ്പോഴും ഓർമ്മ വരിക ഓക്കെ പുറത്ത് കാണുന്ന ബ്രാഞ്ചസിൻ്റെ കാര്യമല്ല. ഓക്കെ, എനിക്കെപ്പോഴും ഓർമ്മ വരിക റൂട്ട്സിൻ്റെ കാര്യമാണ്. അതായത് നിങ്ങൾ റൂട്ട് തന്നെ സ്ട്രോങ് ആണ്, അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് നിങ്ങളെ യൂണിവേഴ്സ്. ഓക്കെ, അതായത് നിങ്ങൾ നമ്മുടെ അടിത്തറ എന്ന് പറയില്ലേ, അത് തന്നെ നമ്മൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വന്നാലും, എന്ത് തന്നെ മാറ്റങ്ങൾ വന്നാലും, എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ രീതിയിലാണ് നിങ്ങൾ വളരുന്നത്. ആൻഡ് വെരി ഗുഡ്. ആക്ച്വലി നല്ല ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് കാണുന്നത്. ലൈഫിൽ തന്നെ നിങ്ങൾക്ക് അബണ്ടൻസ് വരും, അങ്ങനത്തെ രീതിയിലും പറയാം. ഓക്കെ, നിങ്ങൾ ചെയ്ത വർക്കിനൊക്കെ എഫേർട്ട് ഇട്ടതിനൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നും പറയാം. ഫ്രൂട്ട്സ് കിട്ടുക എന്ന് പറയാം അല്ലേ. ഓക്കെ, ആൻഡ് ഇവിടെ
ബേർഡ്സ്. ഓക്കെ, ഇതാണ് ഞാൻ പറയാൻ വന്നത്. 12 ആണ്. 12 നമ്മുടെ പോർട്ടലാണ്. 12 ആണ്. ഇന്ന് നിങ്ങൾക്ക് മെസ്സേജസ് കിട്ടും എന്ന് പറയാം. ഓക്കെ, ഇത് മെസ്സേജസിന്റെ കാര്യമാണ്. ഓക്കെ, കമ്മ്യൂണിറ്റി മെസ്സേജസ് എന്ന രീതിയിൽ പറയാം നമുക്ക്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജസ് നിങ്ങൾക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇൻഫർമേഷൻ ആയിരിക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വരുന്നതായിരിക്കാം, മെസ്സേജസ് വരുന്നതായിരിക്കാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യും. ഓക്കെ, ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ തരും. ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങളെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടും. റൊമാൻറ്റിക് മെസ്സേജസ് കിട്ടും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഇപ്പം അതൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ റിലേഷൻഷിപ്പിനും നിങ്ങൾക്ക് മെസ്സേജസ് വരും എന്നൊക്കെ പറയാം. ആൻഡ് ഗാർഡൻ ആണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, കുറേ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ചിലവർക്ക് വെക്കേഷൻ, യാത്ര, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ റിലാക്സ് ചെയ്ത് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്ന, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് യൂണിവേഴ്സ് ബ്ലെസ്സിങ് തരുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എനിക്ക് ഞാനത് ലാസ്റ്റ് പറയാം. എൻ്റെ ഇവിടെ ബ്രിഡ്ജാണിത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിങ്ങൾക്ക് ശരിയാക്കി കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ ശരിയായി വരും ലൈഫിൽ. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാനുള്ളതാണ് അല്ലേ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ വഴിയുടെ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന രീതിയിൽ പറയാം. ചിൽഡ്രൻ ഉണ്ട് ചിലവർക്ക്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബ്ലെസ്സിങ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. ഈ ഒരു വർഷം നിങ്ങൾക്ക് 2025 അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ആഫ്റ്റർ 12 പോർട്ടൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നല്ല നെക്സ്റ്റ് വരാൻ പോകുന്നത് 111 പോർട്ടലാണ്. ന്യൂ ബിഗിനിങ് ആണ് അല്ലേ. അതായത് ജനുവരി 1 വരും, അതുകൊണ്ട് പ്ലസ് നമ്മുടെ 111 വരും, രണ്ടും വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐ തിങ്ക് ചിലവർക്ക് ബ്ലെസ്സിങ് ആയിട്ട് കുട്ടികളുടെ കാര്യം കാണുന്നുണ്ട്, സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് വറി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പേടികളോ ടെൻഷനോ, കുട്ടികളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരുപാട് വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആവും. ഓക്കെ, ആ കുട്ടികളെ കുറിച്ചുള്ള കൺസേൺസ് നിങ്ങൾക്ക് സോൾവ് ആവും എന്ന് പറയാം. ആൻഡ് ഇവിടെ സ്റ്റാർ ആണ്, ഹോപ്പാണ്, പ്രതീക്ഷയാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ അഗെയിൻ വിഷിൻ്റെ കാര്യമാണ്. ഞാൻ നേരത്തെയും വിഷിംഗ് ബെല്ലും നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ആഗ്രഹിച്ചത് നടക്കും എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഓൾറെഡി 11 പോർട്ടലിനൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുഡ്, ഇല്ലെങ്കിൽ ഇപ്പം ചെയ്യാൻ തുടങ്ങാം മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. ഓക്കെ, അത് ഞാൻ എന്തെങ്കിലും ഒരു മെത്തേഡ് ഞാൻ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നടക്കും എന്നാണ് പറയുന്നത്. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നടക്കും. ആൻഡ് ഇവിടെ കീ കിട്ടും, സൊല്യൂഷൻസ് കിട്ടും എന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അത് മറികടക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും. അത് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാം വഴികൾ പാത്ത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഫോക്കസ് കിട്ടും. നിങ്ങളുടെ ലൈഫിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് വഴികൾ തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് വരുന്നുണ്ട്, തീർച്ചയായിട്ടും ഒരുപാട് ബ്ലെസ്സിങ്സ് ആണ്. യെസ്, ഇടയിൽ ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും യൂണിവേഴ്സ് തന്നെ തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ചുറ്റും നിങ്ങളെ ചതിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ബ്രിഡ്ജ്, യെസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, വേറെന്തോ ഞാൻ നേരത്തെ പറയാൻ വന്നു. ഓക്കെ, ഞാൻ മൊത്തത്തിലൊരു എന്താ പറയുക, നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലൈഫിൽ. യെസ്, ഓക്കെ, അതെന്തായാലും ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളുടെ കൂടെ നിന്ന് ചിലപ്പോൾ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ടാവാം. അതിൽ നിന്നൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് യൂണിവേഴ്സ് ഓൾറെഡി പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ മുന്നോട്ട് എന്തൊക്കെ ചെയ്യണം ലൈഫിൽ എന്നുള്ളതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. സൊല്യൂഷൻസിലേക്ക് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും യൂണിവേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ ബ്ലെസ്സിങ് വരുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് ഗ്രോത്ത്, ഇത് നിങ്ങളുടെ തന്നെ ലൈഫിൻ്റെ ഗ്രോത്ത് എന്ന് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ്. ആൻഡ് നിങ്ങൾക്ക് വഴി ആക്ച്വലി ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാത്തിൻ്റെ കാര്യം, സൊല്യൂഷൻ്റെ കാര്യവും ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഓവർകമ്മിങ്, അങ്ങനത്തെ ഒരു പീരീഡാണ് വരാൻ പോകുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് അല്ലേ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് അറ്റ്ലീസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് വഴികൾ കിട്ടും, അതിനുള്ള എല്ലാം ഓപ്പണായിട്ട് വരും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് നല്ല നല്ല ബ്ലെസ്സിങ്സ് ഒക്കെ യൂണിവേഴ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും പേടിക്കണ്ട. ഓക്കെ, ചില എന്തെങ്കിലും പ്രശ്നങ്ങൾ തരുന്നത്
ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുക. ജോയ്, യെസ്, സന്തോഷം വരുന്നുണ്ട്. സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുക, ഓക്കെ പറയാം. ചൈൽഡ് ലൈക്ക്, ഓക്കെ, നേരത്തെയും ചിൽഡ്രൻ എന്ന് വന്നു, ഇവിടെയും ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ ഉണ്ട്. ഫുൾഫിൽമെന്റ്, വിഷസ് ഫുൾഫിൽമെന്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, ബിഗിനിങ്സ്, ന്യൂ ബിഗിനിങ്, 1-1. സ്പ്ലെൻഡർ, ഓക്കെ, ഡിലൈറ്റ്, റിലാക്സേഷൻ. നേരത്തെ ഞാൻ ഗാർഡൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ എവിടെയെങ്കിലും മീറ്റ് ചെയ്യാൻ പ്ലാന്, റിലാക്സ് ചെയ്യാൻ പ്ലാന്, പാർട്ടി അങ്ങനത്തെ കാര്യങ്ങൾ, ഓക്കെ. ഗാർഡൻ എന്ന് നേരത്തെ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ റിലാക്സേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ റിലാക്സ് ആവുക, ഒന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങൾക്ക് നല്ല സമയങ്ങൾ യൂണിവേഴ്സ് തരുന്നുണ്ട്, നിങ്ങൾക്ക് ലൈഫിൽ സന്തോഷം കൊണ്ടുവരുന്നുണ്ട്, ജോയ് ആണ്. ആൻഡ് ഇവിടെ ഡിലൈറ്റും ഉണ്ട്, ജോയും ഉണ്ട്, രണ്ടും ഒരേ കാര്യം തന്നെയാണ്. അത്രത്തോളം നിങ്ങൾ സന്തോഷമാവും എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. ഓക്കെ, ആൻഡ് അത് ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കുകയാണ്. ഇവിടെ ന്യൂ ബിഗിനിങ് ആണ്, ഇത് 1-1, അതാണ് ഞാൻ പറഞ്ഞത്. ജനുവരി നമ്മൾ 1 ആണ് ഇത് നമ്പർ ഇവിടെ. ഓക്കെ, ന്യൂ ബിഗിനിങ്സ് പറയുമ്പോഴും 1-1 നമ്മൾ അത് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 1-1-1 എന്ന് പറയുമ്പോൾ ന്യൂ ബിഗിനിങ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നതും. ഓക്കെ, ജനുവരിയിലേക്ക് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമായിട്ട്, ഒരു പുതിയ ലൈഫായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കും എന്നും കാണിക്കുന്നുണ്ട്. സ്പ്ലെൻഡർ, യെസ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ലൈക്ക് ഐ തിങ്ക് കുറേ എന്താ പറയുക, നിങ്ങൾക്ക് ആഗ്രഹിച്ചൊക്കെ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ എന്തോ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ സാധിക്കും, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഞാനിവിടെ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യാം, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, പ്രാർത്ഥനയാണ് ഇവിടെ നമുക്ക് ഏറ്റവും വലിയ കാര്യം. പ്രാർത്ഥിക്കുക, നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, അതിനുവേണ്ടി സമയങ്ങൾ മാറ്റിവെച്ച് കുറച്ച് അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ തുടങ്ങുക. നെക്സ്റ്റ് ഇയർ നിങ്ങൾ ഓൾറെഡി തീരുമാനിക്കുക, ഞാൻ അതിനുവേണ്ടി ഞാൻ സമയം മാറ്റിവെച്ച് ഞാൻ ചെയ്യും ഡെയിലി അതൊന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കാണും. ഓക്കെ, ആൻഡ് ഇവിടെ ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ, ചിൽഡ്രൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് കുട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്കൊരു ഡബിൾ കൺഫർമേഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അത് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കിട്ടാൻ സാധ്യതയാണ്, കുട്ടികളെ കിട്ടാൻ സാധ്യതയാണ്, പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ കുട്ടികളെ കൊണ്ടെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ആയി കിട്ടും. ഓക്കെ, എന്തായാലും ഇവിടെ വളരെ നല്ല കാർഡ്സാണ്, വളരെ നല്ല പോസിറ്റീവായിട്ടാണ് യൂണിവേഴ്സ് ഇന്ന് നമുക്ക് കാണിച്ചു തന്നത്. ന്യൂ ബിഗിനിങ്, എനിക്ക് വല്ലാതെ ഇന്നാകെ ഒരു ആങ്സൈറ്റി, എന്തൊക്കെയോ ഒരു സന്തോഷവും എല്ലാം കൂടി നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ. ആൻഡ് ഈ 12-12 പോർട്ടൽ നിങ്ങൾക്ക് എല്ലാ ബ്ലെസ്സിങ്സും കൊണ്ടുവരട്ടെ. ഓക്കെ, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് ഒരുപാട് ഞാൻ ഓൾറെഡി കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ എടുത്ത് യൂസ് ചെയ്യുക. ഓക്കെ, ഇന്നെന്തോ വാട്സാപ്പിൻ്റെയും നെറ്റിൻ്റെയൊക്കെ എന്തോ ഇഷ്യൂ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അപ്ലോഡ് എന്ന് ദൈവം സഹായിച്ച് അപ്ലോഡ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയോ ഇഷ്യൂസ് കാണുന്നുണ്ട്. ഓക്കെ, വാട്സാപ്പ് കുറേ നേരമായിട്ട് മെസ്സേജ് അയക്കുന്നത് വരുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഓക്കെ, അത് കുറേ ആയിട്ടുണ്ട്. വേറെയും നെറ്റും ഐ തിങ്ക് കുറച്ച് സ്ലോ ആണോ തോന്നുന്നു എനിക്ക്. നെറ്റിൻ്റെ അല്ല, ബട്ട് ഐ തിങ്ക് ഇത് വാട്സാപ്പിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. എനിവേ, പോട്ടെ, യൂട്യൂബിൽ അങ്ങനെ പ്രോബ്ലം കണ്ടില്ല, നോക്കാം. എന്തായാലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഓൾറെഡി എൻ്റെ ഫുൾ മൂൺ വീഡിയോയിൽ, ന്യൂ മൂൺ വീഡിയോയിൽ എല്ലാം ഞാൻ മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, ഞാൻ ചുരുക്കി ഒരു വീഡിയോ എങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ചെറുതായിട്ടെങ്കിലും. ഓക്കെ, എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അറ്റ്ലീസ്റ്റ് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.